കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയെക്കുറിച്ച് രാജകീയ പ്രവേശനം, ട്രയംഫൽ എൻട്രി എന്നൊക്കെയാണ് പറയുന്നത്. യാത്രയിലുടനീളം അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകരണവും ആദരവും സുവിശേഷകർ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. അനേകായിരം ആളുകളാണ് അദ്ദേഹത്തെ അനുഗമിക്കുന്നത്. സംഘബലമുള്ള ഒരു നേതാവ് കണക്കെയാണ് കർത്താവിൻ്റെ വരവ്. പക്ഷെ കുറെ കൂടി ശ്രദ്ധിക്കാമായിരുന്നു, കളറാക്കാമായിരുന്നു. ഇത്രയും ആൾ കൂടുന്നിടത്ത്, ഒരു നേതാവ് എന്ന നിലയിൽ സ്വീകരണം കിട്ടുന്നിടത്ത് തൻ്റെ പുറം കാഴ്ചയിൽ കുറെ കൂടി ശ്രദ്ധിക്കണമായിരുന്നു. വേറൊരു വാഹനവും കിട്ടാഞ്ഞിട്ടാണോ ഈ കഴുതപ്പുറത്തുള്ള യാത്ര? യുദ്ധത്തിനുപയോഗിക്കുന്ന പടക്കുതിരയിൽ ഒന്നിനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. തൻ്റെ അണികൾക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ? ശരിക്കും പദവികൾക്കനുസരിച്ചുള്ള വാഹനവും വേഷഭൂഷാദികളും ഒക്കെ വരുമ്പോഴല്ലേ ഒരിത്. അവിടെയാണ് കഴുതപ്പുറത്ത് കയറി വരുന്ന മശിഹ വർത്തമാനകാല നേതാക്കന്മാർക്ക് ഒരു വെല്ലുവിളിയാകുന്നത്. കൊട്ടാരത്തിനു പകരം കാലിത്തൊഴുത്തും തലചയിക്കാൻ ഇടമില്ലാതെയുള്ള അലഞ്ഞുതിരിയലും പാപികളോടും ചുങ്കക്കാരോടും ലൈംഗിക തൊഴിലാളികളോടുമുള്ള ചെങ്ങാത്തവും, അങ്ങനെ മശിഹ എന്ന തൻ്റെ സ്വത്വം പോലും അംഗീകരിക്കുവാൻ കഴിയാത്ത വിധമുള്ള കൈവിട്ട കളിയായിരുന്നു അത്. ഇതിനിടയിൽ മറ്റാരെങ്കിലും മശിഹ എന്ന് സ്വയം അവതരിപ്പിച്ചാൽ പോലും ക്രിസ്തുവിനെ അത് അസ്വസ്ഥമാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാർത്താ സമ്മേളനം വിളിച്ചോ ഉപജാപ സംഘത്തെ കൊണ്ട് വിളിച്ചു പറയിച്ചിട്ടോ ശരിക്കും മശിഹ താനാണെന്ന് അദ്ദേഹത്തിന് ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ലായിരുന്നു. കാരണം വിളിയും നിയോഗവും ബോധ്യമുള്ളവന് ഇതൊന്നും തൻ്റെ ശുശ്രൂഷയിൽ തടസ്സമാവില്ല. ജനക്കൂട്ടത്തിൻ്റെ മുദ്രാവാക്യം പോലും അയാൾക്കുള്ള പ്രശംസയോ സ്തുതിപ്പോ ആയിരുന്നില്ല. ആയിരുന്നെങ്കിൽ അയാളത് തൽക്ഷണം ശാസിക്കുമായിരുന്നു. ജനത്തിൻ്റെ കരച്ചിലിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ശബ്ദമായിരുന്നു ഹോശാന. നേതാവിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായാൽ പിന്നെ അയാൾ അണിയുന്ന വേഷഭൂഷാദികളോ അയാളുടെ വാഹനമോ ഒന്നും അയാൾക്ക് കിട്ടേണ്ട സ്വീകാര്യതയെയും ആദരവിനെയും ശീർഷകത്വത്തെയും ബാധിക്കുകയില്ല. കഴുതപ്പുറത്ത് ചെന്നിറങ്ങിയാലും കോടിക്കണക്കിന് വിലയുള്ള വാഹനത്തിൽ ചെന്നിറങ്ങിയാലും ജനം ഒലിവുചില്ലകൾ കയ്യിൽ പിടിച്ചും വസ്ത്രങ്ങൾ നിലത്തു വിരിച്ചും സ്വീകരിക്കും. പക്ഷേ എന്തിനു വേണ്ടി അഭിഷക്തനായോ ആ നിയോഗം മറക്കാതെ ജീവിക്കണമെന്ന് മാത്രം. സഹോ, പുരോഹിതൻ എന്ന നിലയിൽ എനിക്കും ആയിരിക്കുന്ന ഇടങ്ങളിൽ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും കഴുതപ്പുറത്തെ മശിഹ ഒരു ബദൽ മാതൃകയാണ്.